ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് കൈത്താങ്ങുമായി വടകര ഡയമണ്ട് ഹെൽത്ത് കെയർ സൗഖ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വടകര IMA ഹാളിൽ നടന്ന പരിപാടി KK രമ MLA ഉദ്ഘാടനം ചെയ്തു. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സഹായകരമായ തുടർച്ചയായ ഗ്ലൂക്കോസ് നിരീക്ഷണ ഉപകരണം താലൂക്കിലെ അർഹതപ്പെട്ട 70 കുട്ടികൾക്കാണ് സൗജന്യമായി വിതരണം ചെയ്തത്. പരിപാടി KK രമ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക്ക് മാത്രമല്ല, നമുക്ക് തീർച്ചയായിട്ടും ഈ ഡിവൈസ് അത് സർക്കാരിന്റെ തലത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതി, അത് ബഡ്ജറ്റിൽ ഉൾപ്പെടെ നീക്കിവെച്ചുകൊണ്ടുള്ള ഒരു വലിയ വിഹിതം നമ്മുടെ നാടിന് ആവശ്യമാണ്. കാരണം നമ്മുടെ ഒരു വീട്ടിലെ സംബന്ധിച്ച് ഇപ്പം ഇത് കണക്കൂട്ടും ഏകദേശം 5000 രൂപ ഒരു മെഷീന് വരികയാണ്. അതൊരു 14 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. 14 ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം കഴിയുന്നു. അപ്പോൾ ഒരു മാസം 2 മെഷീൻ വേണ്ടിവരും. അപ്പോൾ ഒരു കുടുംബത്തിന് ഒരു 10,000 രൂപ ഒരു മാസം ഇതിനു വേണ്ടി മാത്രം നീക്കി വെക്കുക എന്ന് പറയുന്നത് താങ്ങാൻ സാധിക്കുന്നതല്ല. ഒരു വർഷം ഏകദേശം 1,20,000 രൂപയും അധികം ഈ ഡിവൈസിന് വേണ്ടി മാത്രം വരികയാണ്. അപ്പൊ ഡിവൈസ് മാത്രം, അത് ഡിവൈസ് നമുക്കൊരു അലാമാണ്. ഡയബറ്റിക് വർദ്ധിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ അതിന്റെ ഇൻസുലിൻ എടുക്കണം, അതിന്റെ അളവ് കുറച്ചു കൊണ്ടുവരണം, അതിന് മരുന്ന് വേണം, അതിന്റെ മറ്റ് ചികിത്സകൾ വേണം. അപ്പൊ ഒരു കുടുംബം എന്ന് പറയുന്നത് വലിയ തരത്തിലേക്ക് 10,000-20,000 രൂപ ഒരു മാസം ഒരു ടൈപ്പ് 1 ഡയബറ്റിക് കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഏകദേശം 20,000-ലധികം രൂപ ഇതിന് മാത്രമായിട്ട് വരികയാണ്. നമ്മുടെ സാധാരണ ഈ നാട്ടിലെ കുടുംബങ്ങൾക്ക് ഇത് എത്രമാത്രം അഫോർഡ് ചെയ്യാൻ സാധിക്കും? കഴിയാവുന്ന ഒരു സാഹചര്യമല്ല. അതിനുള്ള ഹെൽപ്പ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട, നമുക്ക് വളരെ ആശ്വാസം തരുന്ന, ഒരു സന്തോഷം തരുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ. തീർച്ചയായിട്ടും ഈ ഡയബറ്റിക് സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് രാജേട്ടൻ ഉൾപ്പെടെയുള്ള ഈ ഒരു ഡയമണ്ടിന്റെയും അതുപോലെ തന്നെ ഇത്തരം ഡോക്ടർമാരുടെയും ഒക്കെ നിരന്തരമായ ഡോക്ടർ അബ്ദുൽ നാസറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉള്ള ഇടപെടലിന്റെ ഒക്കെ ഭാഗമായിട്ട് കളക്ടറേറ്റിൽ നടന്ന ഒരു യോഗവും അതിന്റെ ഭാഗമായി സഖ്യ എന്ന് പറയുന്ന ഒരു രൂപീകരിച്ചതും അത് വളരെ പ്രതീക്ഷ തരുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 4,000 രൂപ വില വരുന്ന ഈ ഉപകരണം ശരീരത്തിൽ തന്നെ ഘടിപ്പിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടെ രക്തപരിശോധന നടത്താതെ തന്നെ ഗ്ലൂക്കോസിന്റെ അളവ് മനസ്സിലാക്കാൻ കഴിയും. ടൈപ്പ് 1 കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ജില്ലാ ഭരണകൂടത്തിന്റെ സൗഖ്യ പദ്ധതിയുടെ ഭാഗമായി വടകരയിൽ ഡയമണ്ട് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ബെസ്റ്റ് എയ്ഡഡ് ഡയബറ്റീസ് കെയർ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് അധ്യക്ഷത വഹിച്ചു. ഗ്ലൂക്കോമീറ്റർ വെച്ച് രാത്രി 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് ഷുഗർ നോക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ എഴുന്നേറ്റ് മകന്റെ നെറ്റിയിലേക്ക് കൈവച്ച് നോക്കേണ്ട, വേർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞ പോലെ ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ തന്നെ അടുത്ത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുന്നേ പത്രത്തിൽ വായിച്ചേ നമ്മുടെ എല്ലാ പരിപാടികളും അനുഭവിച്ച ആ മോന് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ആ രക്ഷിതാവ് ഇതുപോലെ പരിപാടിയും നമ്മുടെ ഷാന പറഞ്ഞ പോലെ മുമ്പ് കഴിഞ്ഞ മീറ്റിങ്ങുകളൊക്കെ പറയാറുണ്ട്. അവരും നമ്മുടെ കൂടെ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ കൂടെ ഇല്ല. കാരണം അവർക്ക് ഇനി വരേണ്ട ആവശ്യമില്ല. എന്താണ് സംഭവിച്ചത്? വടകരയിൽ നിന്ന് മിഠായിലേക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി അച്ഛന്റെ അമ്മയുടെ കൂടെ കാറിൽ ഇരുന്ന് പോയ മോന് തൊഴിലാളി എത്തിയപ്പോൾ അനക്കമില്ലാത്ത കണ്ടപ്പോൾ നോക്കിയപ്പോഴാണ് കുട്ടി മരണപ്പെട്ടു എന്നറിയുന്നത്. ഷുഗർ കുറഞ്ഞു പോയതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ആ മകന്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഷുഗർ 70-ൽ താഴുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു അലാം വരുമായിരുന്നു. ഒരു പൊടി പഞ്ചസാര വായിലിട്ട് കൊടുക്കേണ്ട വിഷയം ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിയിൽ നമ്മളെ കൂടി ജീവിച്ചിരിക്കുമായിരുന്നു. അതാണ് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ പ്രത്യേകത. രാത്രി കൊണ്ട് ഉറങ്ങുമ്പോൾ ഈ അമ്മമാർക്കും ഉറക്കില്ല. കാരണം എന്താ? എപ്പോഴെങ്കിലും കുറഞ്ഞു പോകുന്നത് പേടി. അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മോന്റെ കാര്യം പോലെ രാത്രി മാതാപിതാക്കൾക്ക് സമാധാനത്തിൽ ഉറങ്ങുമായിരുന്നു. ആ അലാറം 70-ൽ താഴെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 70-ൽ താഴെ തനിയെ അലാറം അടിച്ചോളും. 200-ന്റെ മേലെ പോകുമ്പോൾ അലാറം അടിച്ചോളും. 200-ന്റെ മേലെ പോകുമ്പോൾ ചെറിയ ഇൻസുലിൻ കൂടുതൽ കൊടുക്കാം. 60-ൽ താഴെ 70-ൽ താഴെ മോനിക്കൊരു പഞ്ചസാര കൊടുക്കാം. അവരുടെ ജീവിതം സാധാരണഗതിയിൽ സന്തോഷത്തോടെ കഴിയും. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുൽ നാസർ, ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ജലീൽ, IMA പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുല്ലക്കാസ്, IMA സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ KM അബ്ദുള്ള, ഡയമണ്ട് ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ KK മുനീർ, ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PP രാജൻ, ടൈപ്പ് 1 ഡയബറ്റിക് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മണി, ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് TR വിജേഷ്, ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി ഷാന വിജേഷ് എന്നിവർ സംസാരിച്ചു.